ഹായ് ഫ്രണ്ട്സ്, പ്രതിഭ കോളേജിന്റെ മറ്റൊരു ഓൺലൈൻ PSC സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് രണ്ടക്ക സംഖ്യകളെ 11 കൊണ്ട് എങ്ങനെ വേഗത്തിൽ ഗുണിക്കാമെന്ന ഒന്ന് നോക്കിയാലോ. ചോദ്യം 36 ഗുണം 11 എങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്യാം? ആദ്യം ചെയ്യേണ്ടത് ആദ്യ പദം അതുപോലെ എഴുതുക 3. അതിനുശേഷം രണ്ട് പദങ്ങളെ തമ്മിൽ കൂട്ടുക, 6 3 കൂടെ കൂട്ടിയ 9. അവസാന പദം അതുപോലെ എഴുതുക 6 അതുപോലെ എഴുതി. ആൻസറായി 396. എളുപ്പമല്ലേ? പേനും പേപ്പറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വേഗത്തിൽ ചെയ്ത് തീർക്കാം. 24 ഗുണം 11 എങ്ങനെ ചെയ്യാം? ആദ്യ പദം നമ്മൾ അതുപോലെ എഴുതുക 2. രണ്ട് പദങ്ങളെയും തമ്മിൽ കൂട്ടുക, 2ഉം 4ഉം കൂടെ കൂട്ടിയ 6 അവസാന അക്ക അതുപോലെ എഴുതുക 4. ആൻസർ 264. ക്ലിയർ അല്ലേ? പക്ഷെ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. 74 ഗുണം 11 ഈ ചോദ്യത്തിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഈ രണ്ട് പദങ്ങൾ കൂട്ടിയാൽ 11 കിട്ടുക. അപ്പൊ നമ്മൾ ഇനി പഠിക്കുന്നത് രണ്ട് പദങ്ങളും കൂടെ കൂട്ടിയ 10 അതിൽ കൂടുതലോ ആയ ചെയ്യേണ്ട ചെറിയൊരു മാറ്റം വരും. നമ്മൾ നേരത്തേക്ക് ചെയ്ത ചോദ്യം എന്താ? 6 3 കൂടെ കൂട്ടിയ എത്രയാ? 9 അല്ലേ? അതൊക്കെ ആ 10ന് താഴെയല്ലേ? അപ്പൊ ഇനി നോക്കുന്നത് രണ്ട് പദങ്ങൾ കൂടെ, രണ്ട് അക്കങ്ങൾ കൂടെ കൂട്ടിയ 10 അതിൽ കൂടുതൽ വന്ന ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ചാ. ഒന്ന് ശ്രദ്ധിച്ചോ. 74 ഗുണം 11 ചെയ്യുമ്പോൾ ആദ്യ പദം നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ എഴുതി 7 എഴുതി. അതിനുശേഷം രണ്ട് പദങ്ങളും രണ്ട് അക്കങ്ങളും കൂടെ കൂട്ടുക, 7ഉം 4ഉം കൂടെ കൂട്ടിയ 11. ഒറ്റ സ്ഥാനത്ത് കിടക്കുന്ന പദം രണ്ടാമത് എഴുതുക, എഴുതി 1. ഇനി ബാലൻസ് എത്ര ഉണ്ട്? ഇടവശം കിടക്കുന്ന 1 ഉണ്ട് അല്ലെ? അത് നമ്മൾ 7ന്റെ മുകളിൽ എഴുതി. എന്നിട്ട് ചെയ്യുക, ഈ 7ഉം 1ഉം കൂടെ കൂട്ടി എത്ര വരിക? 8 വരും. രണ്ടാമത്തെ പദം എഴുതുക, അത് അതുപോലെ എഴുതുക 1. അവസാന അക്കത്തെ അത് അതുപോലെ എഴുതുക. ആൻസർ 814. ക്ലിയർ ആണോ? ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിച്ചോ. ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിക്കുക. 74 ഗുണം 11 ആദ്യം എന്താ ചെയ്തേ? ആദ്യ പദം ഞാൻ അതുപോലെ എഴുതി, ആദ്യ അക്കം അതുപോലെ എഴുതി 7. അതിനുശേഷം രണ്ട് പദങ്ങളൊക്കെ കൂട്ടി 7ഉം 4ഉം കൂടെ കൂട്ടിയ 11. അതിന്റെ ഒറ്റ അക്ക സ്ഥാനത്ത് കിടക്കുന്ന 1 ഞാൻ ഇവിടെ എഴുതി, ബാലൻസിലുള്ള 1 അവിടെ എഴുതി. അതിനുശേഷം എന്താ ചെയ്യേണ്ടേ? ആദ്യ പദം 7ഉം ആ 1ഉം കൂടെ കൂട്ടി 8 എന്ന് എഴുതി. രണ്ടാമത്തെ അക്കം നമ്മൾ നേരത്തെ എഴുതിയതുപോലെ ആ 1 അവിടെ എഴുതി. അതിനുശേഷം അവസാന അക്കം 4 അതിനങ്ങ് എഴുതുക. ആൻസറായി. എളുപ്പമല്ലേ? അടുത്ത ചോദ്യം നോക്കുക. 86 ഗുണം 11 എന്നെങ്ങനെ ചെയ്യാം? ഒന്ന് പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞു നോക്കി എന്റെ ഒപ്പം ഒന്ന് പറയൂ. ആദ്യ പദം ആദ്യ അക്കം 8 അതുപോലെ എഴുതി. അതിനുശേഷം എന്താ ചെയ്യുക? രണ്ട് പദങ്ങളും തമ്മിൽ കൂട്ടി, രണ്ട് അക്കങ്ങളും തമ്മിൽ കൂട്ടി 8ഉം 6ഉം കൂടെ കൂട്ടിയ 14. ഒറ്റ അക്ക സ്ഥാനത്ത് 4 കിടക്കുന്നത്, അത് അതുപോലെ എഴുതി. അതിനുശേഷം ബാലൻസ് ഒന്നുണ്ട്, ഇടവശം എന്താ കിടന്നത്? 1 അത് അവിടെ എഴുതി. ഇനി എന്താ ചെയ്യേണ്ടേ? ആ 8ഉം 1ഉം കൂടെ കൂട്ടി 8 1 കൂട്ടി 9. നടുക്കത്തെ പദം അവിടെ കിടപ്പുണ്ട് 4 അതുപോലെ എഴുതി. അവസാനം ചെയ്യേണ്ടത് ആ രണ്ടാമത്തെ അക്കം അത് അതുപോലെ എഴുതുക 6. ആൻസർ 946. എളുപ്പമല്ലേ? ശരി, എന്നാൽ ഈ രണ്ട് ചോദ്യങ്ങളും നിങ്ങളൊന്ന് ചെയ്തിട്ട് ആൻസർ ആയിട്ടൊന്ന് കമന്റ് ചെയ്തേക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.